എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ച് സീരിയസ് വിഷയമാണ്. സീരിയസ് വിഷയം എന്ന് പറയുമ്പോൾ അവിഹിതം, മറ്റൊരുത്തൻ്റെ അല്ലെങ്കിൽ മറ്റൊരുത്തിയുടെ ഹിതം കണ്ടു നിൽക്കുന്നവർക്ക് ഹിതകരമല്ലാതാവുമ്പോഴാണ് അതിനെ അവിഹിതം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നിട്ട്, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറയുവാണ്, സാധാരണക്കാരായിട്ടുള്ള കയ്യിൽ കാശൊന്നും ഇല്ലാത്ത ആൾക്കാർ ബ്രാൻഡഡ് സാധനങ്ങളും അല്ലെങ്കിൽ ട്രിപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു അവിഹിത കഥയുണ്ടാകും എന്ന് വന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്യൂ, അറിയാൻ വേണ്ടിയാണ് ഞാനിത് ചോദിക്കാൻ കാരണം. ഞാനിന്നൊരു കമൻറ്റ് കണ്ടു. ഞാൻ ആ കമൻറ്റ് നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ആ കമൻറ്റ് ഇങ്ങനെയാണ്, അവിഹിതത്തിൽ ആരെയും കുറ്റം പറയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഓരോരുത്തർക്കും അവിഹിതത്തിന് ഓരോ കാരണങ്ങളുണ്ട്. പുരുഷന്മാർക്ക് വെറൈറ്റി ആണെങ്കിൽ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത്തരം അവിഹിതങ്ങൾ ഉള്ളതുകൊണ്ടാണ് അടിപൊളിയായി ജീവിക്കാനും ട്രിപ്പ് പോകാനും ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കാനുമൊക്കെ സാധിക്കുന്നത്. UAE-യിൽ നമ്മുടെ കൺമുന്നിൽ എത്രയോ ഉദാഹരണങ്ങൾ. നാട്ടിൽ നിന്ന് മാറി ജീവിക്കുന്നവരുടെ വിചാരം ആരും ഇതൊന്നും അറിയില്ലെന്നാണ്. ദിസ് ഈസ് എ ബാർട്ടർ സിസ്റ്റം, അവരെ അവരുടെ പാട്ടിന് വിട്ടേക്ക്. ഇതാണ് കമൻറ്റ്. അതായത് ഈ ചേച്ചി ഒരു ചേച്ചിയാണ്. ഈ ചേച്ചി എല്ലാ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെയും ജനറലൈസ് ചെയ്ത് പറഞ്ഞേക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളിത് എങ്ങനെ എടുക്കുന്നത് എനിക്കറിയത്തില്ല. ഇവർ പറഞ്ഞതിനെ അനുകൂലിക്കുന്നവരുണ്ടാവാം, ഇവർ പറഞ്ഞതിനെ വിമർശിക്കുന്നവരുണ്ടാവാം. ഈ ഒരു പോയിൻ്റാണ്, തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത്തരം അവിഹിതങ്ങൾ ഉള്ളതുകൊണ്ടാണ് അടിപൊളിയായി ജീവിക്കാനും ട്രിപ്പ് പോകാനും ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ ചേച്ചി കണ്ടിട്ടുള്ള സ്ത്രീകൾ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ എൻ്റെ അമ്മ ജോലി ചെയ്യുന്നുണ്ട്, വളരെ തുച്ഛമായ സാലറിയിലാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെയാണ് ജീവിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ട സാധനങ്ങൾ അമ്മ വാങ്ങുന്നു, അമ്മയ്ക്ക് വേണ്ട ഭക്ഷണം അമ്മ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നത് അവിഹിതത്തിന് പോയിട്ടാണെന്ന് പറയാൻ പറ്റുമോ? ചേച്ചി എന്താ പറഞ്ഞത്? തുച്ഛമായ വേതനത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഇത്തരം അവിഹിതങ്ങൾ ഉള്ളതുകൊണ്ടാണ് അടിപൊളിയായി ജീവിക്കാനും ട്രിപ്പ് പോകാനും ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ കഴിയുന്നതെന്ന്. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ? ഇനി ഈ ചേച്ചി ആരാന്നറിയണ്ടേ? നിഷ രത്നമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും പെട്ടെന്ന് കണ്ടപ്പോഴേക്കും ഇവരെന്താ അപ്പോൾ ഇങ്ങനെ പറയുന്നത്, അപ്പോൾ ഇവരാരായിരിക്കും എന്നറിയാൻ വേണ്ടി ഞാൻ ഇവരുടെ ഇൻസ്റ്റ വെറുതെ ഒന്ന് കയറി നോക്കിയപ്പോഴേക്കും നിഷ രത്നമ്മ ജേർണലിസ്റ്റാണ്, റൈറ്ററാണ്, എൻട്രപ്രണറാണ്, ഗ്ലോബൽ ട്രോട്ടറാണ്, ലൗഡ് അബൌട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ലൗഡ് അബൌട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയും സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയും ഉറക്കെ സംസാരിക്കുന്ന ചേച്ചിയാണ് ഒരു സ്ത്രീ വിരുദ്ധമായ പരാമർശം ഉന്നയിച്ചിരിക്കുന്നത്. എന്താ ഇതിന് പറയേണ്ടതല്ലേ? തീർന്നിട്ടില്ല. ഈ ചേച്ചി ആരാണെന്ന് കുറച്ചുകൂടി വിശദമായിട്ട് പറയുവാണെങ്കിൽ, കുറച്ച് നാളുകൾക്ക് മുൻപ് കോഴിക്കോട് മാതൃഭൂമിയുടെ ഒരു ബുക്ക് ഫെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു, KLF എന്ന് പറഞ്ഞിട്ട്. ആ ബുക്ക് ഫെസ്റ്റ് സമയത്ത് ഈ ചേച്ചിയുടെ നേരെ ഒരു ചോദ്യം ഉന്നയിച്ചു ഒരാൾ. അതായത് ഓഡിയൻസിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇവരോട് സംസാരിക്കാനുണ്ടോ? ആ പ്രോഗ്രാം അന്ന് പങ്കെടുത്തത് ആക്ട്രസ് ലെനയും അതുപോലെ ഈ നിഷ രത്നമ്മയും കൂടിയായിരുന്നു. ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഈ സ്പീക്കേഴ്സിനോട് സംസാരിക്കാനുണ്ടോ, ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ചോദ്യം ചോദിച്ചു. ആ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കറങ്ങുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് അവരുടെ ചോദ്യം? കണ്ടു നോക്കാം. എന്ത് യോഗ്യതയാണ് നിങ്ങൾ? എങ്ങനെയാണ് 25-ാം തീയതി KLF-ന് പോയ സമയത്താട്ടോ ഈ സംഭവം നടക്കണത്. സ്റ്റേജിലുള്ളത് ലെനയും നിഷ രത്നമ്മയാണ് കേട്ടോ. ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുള്ള ടൈം ആയപ്പോ ഒരു ലേഡി എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് ചോദിക്കാനുള്ളത് നിഷ രത്നമ്മയോടാണ് എന്നുള്ളത്. 3 വകുപ്പ് പ്രകാരം 3 പ്രതികളുണ്ടെങ്കിൽ അതില് 3ാമത്തെ പ്രതി നിഷ രത്നമ്മയാണ്. ആ റേപ്പ് കേസിലെ വിക്ടിമിനെ നിഷ രത്നമ്മ ഒരുപാട് ബ്ലെയിം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല സോഷ്യൽ മീഡിയ വഴി അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല പിന്നെ ഇന്ന് 2 ദിവസമായിട്ട് നെടുമ്പാശ്ശേരി CA ഈ നിഷ രത്നമ്മ എന്ന സ്ത്രീയെ നിരന്തരം ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോ നിരന്തരം നെടുമ്പാശ്ശേരി CA നിഷ രത്നമ്മയെ കോൺടാക്ട് ചെയ്ത നിഷ രത്നമ്മ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവർ ഏത് നിമിഷവും ഇല്ല എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഞാനൊന്നും പോയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ലെനയെ പോലുള്ള ഇങ്ങനെ സ്റ്റേഷനിൽ ഇരിക്കാനുള്ള എന്ത് യോഗ്യതയുണ്ട്? നിങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹം സ്ത്രീകൾക്കൊപ്പം എന്ന് ഘോര പ്രസംഗിച്ച് സ്ത്രീകളുടെ വിഷയങ്ങൾ പങ്കുവെച്ച്, പക്ഷെ ഒരു വിക്ടിമിനെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ പലരുടെയും ഇൻബോക്സിൽ പോയി ഒരു വിക്ടിം ഇതാണ് വിക്ടിം, ആ വിക്ടിമിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന ഇതൊക്കെ ഇവിടെ ഇരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഈ സമയം എത്തിക്കൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നു.
ഇതിന് നിശാരത്നമ്മ കൊടുത്ത മറുപടി ഞാൻ എവിടെയും പോയിട്ടില്ല, ഇവിടൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതെന്താ സംഭവം എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞില്ല കേട്ടോ. അവിടുത്തെ സംഘാടകർ ആ ലേഡിയോട് പറഞ്ഞത് പുറത്തുള്ള മറ്റു കാര്യങ്ങൾ സംസാരിക്കാനുള്ള വേദിയല്ല ഇത് എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ വിഷയം എന്താണെന്ന് ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ തന്നെ കമന്റ് ബോക്സ് ഓടിച്ച് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി. അതായത് മുൻപൊരിക്കൽ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്, ആ കേസ് വാക്കിവിടെ എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല, കേസുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ആ വാക്ക് പറഞ്ഞാൽ ചിലപ്പം ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് എനിക്കിട്ട് പണി തരും. അതുകൊണ്ട് ആ വാക്ക് ഞാൻ പറയുന്നില്ല. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിജീവിതയുടെ പേര് ഈ നിശാരത്നമ്മ പല ഇൻബോക്സുകളിലും പോയിട്ട് സംസാരിക്കുകയുണ്ടായി. ഇന്ന പേരല്ലേ, ഇന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയുണ്ടായി. അതായിരുന്നു കേസ്. അപ്പോൾ ആ അതിജീവിത തന്നെ കൊണ്ട് കേസ് കൊടുത്തു. ആ കേസിന് പ്രതിയായ വ്യക്തി അല്ലെങ്കിൽ കുറ്റവാളിയായ വ്യക്തിയാണ് നിശാരത്നമ്മ. ഈ നിശാരത്നമ്മയാണ് ഈ പ്രോഗ്രാമിൽ ഈ വേദി പങ്കിടുന്നത്. അതിനെതിരെയാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചെക്ക് ദ FB പോസ്റ്റ് ഓഫ് ശരണ്യ M ചാരു എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഹരിനാരായണൻ എന്ന് പറയുന്ന ഒരാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഈ ചോദ്യം ഉന്നയിച്ച വ്യക്തി അഞ്ജലി ആരവ് എന്നാണ് അവരുടെ പേര്. അഞ്ജലി ആരവ് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: കോഴിക്കോട് നടന്ന KLF-ൽ 25 ഉച്ചയ്ക്ക് 2 മണിക്ക് വുമനോപോസ് എന്ന വിഷയത്തിൽ നടന്ന സെഷനിൽ സദസ്സിൽ നിന്ന് നിശാരത്നമ്മയോട് ചോദ്യം ഉന്നയിച്ച വ്യക്തി ഞാനാണ്. നെടുമ്പാശ്ശേരി പോലീസ് 2026 ജനുവരി 14 രജിസ്റ്റർ ചെയ്ത കേസിൽ 3-ാം പ്രതിയായ നിശാരത്നമ്മയ്ക്ക് ആ വേദിയിലിരിക്കാൻ എന്താണ് യോഗ്യത എന്നാണ് ഞാൻ ചോദിച്ചത്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞതെന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ കുറിപ്പെഴുതാൻ നിർബന്ധിതയായിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൽ എന്താണ് അടിസ്ഥാനരഹിതമായത്? നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 3-ാം പ്രതി ആ സെഷനിലിരുന്ന നിശാരത്നമ്മ തന്നെയാണ്. കേസിൽ 14-ന് പോലീസിൽ പരാതി നൽകുകയും അന്നേ ദിവസം തന്നെ FIR ഇടുകയും മജിസ്ട്രേറ്റിന് മുന്നിൽ സർവൈവർ രഹസ്യമൊഴി നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശാരത്നമ്മയെ പ്രതി ചേർത്തിരിക്കുന്നത്. അതിജീവിതയുടെ ഐഡന്റിറ്റി പ്രചരിപ്പിക്കുകയും അതിജീവിതയോട് സംസാരിച്ചു എന്നുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതിനാലാണ് ഈ കേസിൽ അവരും പ്രതി ചേർക്കപ്പെട്ടത്. ഇക്കാര്യത്തിൽ സംശയമുള്ളവർക്ക് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലോ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലോ അന്വേഷിച്ച് വസ്തുത ബോധ്യപ്പെടാവുന്നതാണ്. ഞാൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെങ്കിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ ഞാൻ നിശാരത്നമ്മയെ വെല്ലുവിളിക്കുന്നു. ഡാഷ് എന്നത് എവിടെയും എന്തിനും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് എന്ന് തന്നെ പറയും. പിന്നെ സെഷനിൽ അവിടെ ചോദ്യം ഉന്നയിക്കുക എന്നത് എൻ്റെ മാത്രം തീരുമാനമായിരുന്നു. അത് എൻ്റെ സുഹൃത്തുക്കളുടെ പ്രേരണയിലാണെന്ന് ഒളിച്ചുവെച്ച് പറയുന്നത് ഒരു സ്ത്രീയുടെ നിലപാടിനെ വില കുറച്ച് കാണലാണ്. എൻ്റെ നിലപാടുകൾ ഉറക്കെ പറയുവാനുള്ള ആർജവും എനിക്കുണ്ട്. ആരുടെയെങ്കിലും തീരുമാനങ്ങൾക്ക് നിന്നു കൊടുക്കേണ്ടവളല്ല ഞാനെന്നും ബോധ്യമുണ്ട്. കാര്യങ്ങളെ വഴിതിരിച്ചുവിടാൻ എന്തെങ്കിലും പറയുകയാണ് ഉദ്ദേശമെങ്കിൽ ആയിക്കോളൂ. പക്ഷേ എൻ്റെ ചോദ്യത്തിൽ മാറ്റമില്ല. ഞാൻ പറഞ്ഞതിൽ എന്താണ് വസ്തുതാവിരുദ്ധമായി ഉള്ളത്? കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ഡാഷ് കേസിനെ ഡാഷ് കേസ് എന്ന് തന്നെ മനസ്സിലാക്കാൻ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നവർക്കെങ്കിലും ചുരുങ്ങിയത് കഴിയണം. ചോദ്യങ്ങൾക്കാണ് മറുപടി വേണ്ടത്. അതില്ലാതാകുമ്പോൾ ചോദ്യം ഉന്നയിക്കുന്നതിന് വേറെ കാരണങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഇതാണ് അഞ്ജലി ആരവ് എന്ന് പറയുന്ന അവർ കൊടുത്ത മറുപടി എന്ന് പറയുന്നത്. ഇത്രയും ആർജവത്തോടെ അഞ്ജലി ഇത് ചോദിക്കണമെങ്കിൽ അതിലൊരു ഉണ്ടാവണമല്ലോ. അപ്പോൾ ഈ നിശാരത്നമ്മ എന്ന് പറയുന്നത് ഒരു ആക്ടിവിസ്റ്റാണ്, ഒരു റൈറ്ററാണ്. അവർ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഘോരം വാദിക്കുന്നൊരു സ്ത്രീയാണ്. ആ നിശാരത്നമ്മയാണ് ഇപ്പോൾ ഈ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം ഉന്നയിച്ചിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഞാൻ ആ പരാമർശം ഒന്നുകൂടി വായിക്കാം. ശരിക്കും അത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അവർ പറയുന്നത് എന്താണ്? എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്ത് UAE-യിൽ കണ്ട കാഴ്ച വെച്ചിട്ട് എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ നാട്ടിലുള്ള സ്ത്രീകൾക്കെല്ലാം അവിഹിതമുണ്ടെന്നല്ലേ പറയുന്നത്? ഈ പറഞ്ഞ വ്യക്തിക്ക് അതുണ്ടോ? അതുകൊണ്ടാണോ എല്ലാവരും ഒരുപോലെ കാണുന്നത്? മനസ്സിലാവുന്നില്ല. ഒന്നുകൂടി വായിച്ചു തരാം. അവിഹിതത്തിൽ ആരെയും കുറ്റം പറയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് ശരിയാണെന്നാണോ പറയുന്നത്? ഈ അവിഹിതം ഉണ്ടാക്കാൻ പോകുന്നവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ന്യായീകരണം ഉണ്ടെന്നാണോ പറയുന്നത്? എന്ത് ന്യായീകരണം ഉള്ളത്? ഒരാളെ ജീവിത പങ്കാളിയായിട്ട് വെച്ചിരിക്കുമ്പോൾ അയാളെ നിർത്തിക്കൊണ്ട്, അയാളും അല്ലെങ്കിൽ അയാളിൽ ഉണ്ടാകുന്ന മക്കളെ നിർത്തിക്കൊണ്ട് വേറൊരുത്തൻ്റെയോ അല്ലെങ്കിൽ വേറൊരുത്തിയുടെയോ പുറകെ പോകുന്നത് നല്ലതാണോ? എന്തിൻ്റെ പേരിലും ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഇവനെ കളഞ്ഞിട്ട് പോകാമല്ലോ, അല്ലെങ്കിൽ ഇവളെ കളഞ്ഞിട്ട് പോകാമല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അവിഹിതമാവില്ലല്ലോ. അതെന്താ ചെയ്യാത്തത്? അപ്പോൾ സമൂഹത്തിന് മുന്നിൽ നല്ല പേരെടുക്കാൻ വേണ്ടി കൂടെ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയോ നിർത്തിയിട്ട് എന്നാൽ നമ്മുടെ സുഖസൗകര്യങ്ങൾ തേടി വേറെ വഴി പോവുക, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നവരാണ് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്നത്. അവർ താങ്ങി നടക്കാൻ കുറേ ആൾക്കാർ. ഇവർ തന്നെ ഡിവോഴ്സിനെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇവരുടെ ഒരു വീഡിയോയ്ക്കകത്ത്. ഡിവോഴ്സിനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ, ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന 1 or 2 കുഞ്ഞുങ്ങളുണ്ടാവും. അവരെന്ത് പിഴച്ചു? 5, 10, 13, 15 വർഷം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും 10 വയസ്സിന് മേളിൽ പ്രായമുള്ള കുട്ടികളുണ്ടാവും ഇല്ലേ? അച്ഛൻ്റെയും അമ്മയുടെയും കെയറും അവരുടെ സ്നേഹവും ഒക്കെ കിട്ടി വളരേണ്ട മക്കൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഡിവോഴ്സ് നേടി പോകുമ്പോൾ
ആ മക്കൾ ആരുടെ കൂടെ നിൽക്കണം? കോടതി ചോദിക്കും അച്ഛനാണോ വേണ്ടത്, അമ്മയാണോ വേണ്ടത്, അവനോ അല്ലെങ്കിൽ അവളോ എന്ത് മറുപടി പറയണം? പല സ്റ്റേറ്റ്മെന്റും ഇവർ പറയുന്നത് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നേരത്തെ പറഞ്ഞ പോലെ അവിഹിതത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നവർ ഡിവോഴ്സിനെയും അതുപോലെ തന്നെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്. ഡിവോഴ്സ് നല്ലതാണ്. ഒരു സാഹചര്യത്തിൽ ഡിവോഴ്സ് നല്ലതായിരിക്കാം. കാരണം ഒട്ടും യോജിച്ച് പോകാൻ പറ്റാത്ത പങ്കാളികൾക്ക് ഡിവോഴ്സ് നല്ല ഓപ്ഷൻ തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനിങ്ങനെ ജനറലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്ത് അത് നല്ലതാണ്, ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും രണ്ടുപേർക്കും എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം വിവാഹം ചെയ്യുന്നത് തന്നെ ഒരു ആയുഷ്കാലം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല, ആരുടെങ്കിലും ഒരാളുടെ മിസ്റ്റേക്ക് ആയിരിക്കാം അത്. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ ഡിവോഴ്സ് ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ അതിനിങ്ങനെ അതൊരു നല്ല കാര്യമാണ്, അതിനുശേഷം അത് ഹാപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ആ വീഡിയോയുടെ താഴെ വന്ന കമൻസ് കാണണം. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, നല്ലതാണ്, അപ്പടിയാണ് ഇപ്പടിയാന്ന് പറഞ്ഞിട്ട് ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് ഇതൊക്കെ സംസാരിക്കുന്നുള്ള ഓർക്കുമ്പോൾ ശരിക്കും സങ്കടം വരികയാണ്. അവിഹിതം നല്ലതാണ്, അവിഹിതത്തിന് പോകുന്നവരെ പഴി പറയരുത്, തെറ്റു പറയരുത്, അവരവരുടെ വഴിക്ക് ജീവിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരെ തട്ടി നടക്കാൻ പറ്റില്ല. എങ്ങനെ പറ്റുന്നു മനസ്സിലാവുന്നില്ല. ദുബായിൽ അവിടെ അങ്ങനെ നടക്കുന്നു, ഇവിടെ എങ്ങനെ നടക്കുന്നു പറഞ്ഞിട്ട് നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? നിങ്ങൾക്ക് അറിയുന്ന സ്ത്രീകൾ അങ്ങനെ ആയിരിക്കാം എന്ന് കരുതി എല്ലാവരും അങ്ങനെയാണ്, അങ്ങനെ ആ ഒരു ജനറലൈസേഷനാണ് എനിക്ക് ഫീൽ ചെയ്തത്. തുച്ഛമായ വരുമാനത്തിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ അവർ ബ്രാൻഡഡ് സാധനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അവർ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു അവിഹിതം ഉണ്ടാവും. അവിഹിതമില്ലെങ്കിൽ എന്താ അവർക്കത് ചെയ്യാൻ പറ്റില്ലേ? എന്താണ് ഈ പറയുന്നത്? എനിവേ നിങ്ങളുടെ അഭിപ്രായം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വിഷയത്തിൽ സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം തന്നെയാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത് ഈ കമൻറ്റിലൂടെ. എന്നിട്ട് പറയുന്നു ഞാൻ ഇക്വാളിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണെന്ന്. ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന നാവിൽ നിന്ന് വരുന്നത് സ്ത്രീ വിരുദ്ധത. അതിന് എക്സാമ്പിൾ പറയുന്നത് ദുബായിലുള്ള സ്ത്രീകളുടെ ലൈഫാണ്, ദുബായിലുള്ള മലയാളികളുടെ ലൈഫാണ്. ഇനി ഇവരുടെ സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ അങ്ങനെയുള്ളതായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ അതിന് സാധാരണക്കാർ, തുച്ഛവേതനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് മാത്രം അവിഹിതമുള്ളൂ? സൊസൈറ്റി ലേഡിമാർക്കൊന്നും അവിഹിതം ഇല്ലേ? ഇത് പറയുന്നവർക്ക് അത് പറയാമല്ലോ. ഈ കമൻറ്റിലൂടെ ഇവർ എന്താ പറഞ്ഞു വെക്കുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.